ഈ ഒരു വെക്കേഷനിൽ നമ്മുടെ താരയുടെ ഫാമിലി ഓണം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നെയാണ്. ഹാപ്പി ഓണം. ഉണ്ടോ? ഞാൻ പിടിച്ചോളാം. വാ. ആ, ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും കൂടി ഒരു വണ്ടിക്ക് കയറിയിട്ടാ. ഈ വണ്ടിയിൽ എത്ര പേര് കയറിയേക്കണ? ബാക്കിൽ 1 2 3 4, ഫ്രണ്ടിൽ 3 പേര്. പറഞ്ഞില്ലല്ലേ? കൈ കൊടുക്ക്. ഹാപ്പി അമ്മച്ചിയുടെ വിന്താരി കുറച്ചുണ്ട് ഇത് വേണ്ട. അപ്പൊ താരയുടെ പപ്പയും അമ്മയും കൊഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ അമ്മച്ചി വെച്ചതാ. സ്റ്റൂ, ബീഫ് സ്റ്റൂ. ബീഫ് വേറെ താര സ്റ്റൂ. പിന്നെ താര സ്പെഷ്യൽ മീൻ കറി, ക്യാരറ്റ് കറി. ഇവര് വന്നപ്പോ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പൊ അതാർക്കും അറിയാൻ പാടില്ലാത്ത പോലെ. പപ്പ മമ്മി എൻ്റെ അനിയത്തിമാരാണ്. ഫുഡ് കഴിക്കാൻ പോകും. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഇഷ്ടവും അമ്മച്ചിയുടെ ഇഷ്ടവും പിന്നെ എരിവിറച്ചി വിന്താലു, ബീഫ് വിന്താലു ആണ് സ്പെഷ്യൽ കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഇങ്ങനെ. അപ്പൊ ഫസ്റ്റ് ബ്രെഡ് കൂട്ടി കഴിക്കണം. അമ്മച്ചി എന്നാ താരച്ചേച്ചി. എല്ലാവർക്കും നമ്മുടെ ഓണം, എല്ലാവർക്കും നമ്മുടെ ഓണം ആശംസകൾ. ടീമേ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ താരയുടെ ഫാമിലിയിലൂടെയാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിരിക്കണത്. അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ നമ്മുടെ താരയുടെ ഫാമിലി ഓണം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നെയാണ് ഞാൻ. അപ്പോൾ താര വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ താര അവിടെ ഫുഡൊക്കെ റെഡിയാക്കിക്കണ തിരക്കിലാണ് താര അമ്മച്ചിയും കൂടി. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കാറിന് വന്നേക്കണുണ്ട്. അപ്പോൾ അവരെ കൂട്ടി വീട്ടിലേക്ക് പോകണം. അപ്പോൾ പപ്പയും മമ്മയുണ്ട്, പിന്നെ പൊന്നൂസുണ്ട്, പൊന്നൂസ് ചേച്ചിയുണ്ട്, നയമ എന്നാണ് പൊന്നൂസ് ചേച്ചിയുടെ പേര്. പിന്നെ ഏഞ്ചലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം അവർക്ക്. അപ്പോൾ ഇനി നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. വന്നിട്ട് പൊന്നൂസാണ് ആദ്യം വരുന്നത്. പൊന്നൂസ് കളസവും ടീഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. പൊന്നൂസേ, ഹാപ്പി ഓണം. ഇന്ന് മൈക്കൂത്തട്ടോ കൊച്ചിനെ. അതെ, ചെറുക്കനല്ലേ ഇത്. ആ വരാൻ പറ, അവരെ വിളിക്ക്. ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവർക്കും ഹാപ്പി ഓണം എന്ന് പറ. പപ്പയും മമ്മിയൊക്കെ വരാൻ പറ. ദേവനാണ് നോക്കിയേ. പപ്പയും മമ്മിയും ഏഞ്ചലി നയമ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. വാ, ക്ഷീണിച്ചല്ലോ കൊച്ചി. ഹാപ്പി ഓണം. ഉണ്ടോ? ഞാൻ പിടിച്ചോളാം. വാ. ആ, ഞാൻ അങ്ങോട്ട് പോവാം. ഏഞ്ചലിനെ ക്ഷീണിച്ച ഏഞ്ചലി താരോ വരാൻ വേണ്ടി വെച്ചതാ. പക്ഷേ വീട്ടിലെ പണിയെന്ന് പറഞ്ഞെങ്കിൽ ഫുഡ് റെഡിയാക്കുന്നേ. അപ്പോൾ അത് തീർന്നില്ല. അമ്മച്ചിയും താരം കൂടി രാവിലെ കയറിയതാ. അപ്പോൾ പെട്ടെന്നാണ് വൈക്കോത്തി എന്ന് പറഞ്ഞത്. ഞാനൊരു പരിപാടി സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് വന്നതാ. ആ, അവിടെ കഴിഞ്ഞിട്ടില്ല, പകുതി അയച്ചിങ്ങനെ പോന്ന്. ഓടിച്ചേ ഓടിച്ചേ. വാ വാ, നമുക്കേ ജ്യൂസ് കുടിക്കാം. എന്ത് കുടിക്കാം? വാ വാ, തളന്നാ ഏഞ്ചലി, തളന്നാ. പൊന്നൂസിന് എന്ത് ജ്യൂസ് വേണം? നയമക്ക എന്ത് ജ്യൂസ് പറഞ്ഞോ? ഷാർജ. രണ്ടുപേർക്ക് ഷാർജ, 3 ഷാർജ. അവിടെ എന്ത് വേണം? ഷാർജ മതിയാ? എന്ത് ജ്യൂസാ വേണ്ട?
ആപ്പിള് മാങ്ങ മാംഗോ ആ മാംഗോ അപ്പൊ 3 ഷാർജ പോയേട്ടാ 3 ഷാർജ പിന്നെ എന്ത് ജ്യൂസൊക്കെ എന്താ ഉള്ള മുന്തിരി വെച്ച പപ്പായ മുന്തിരി ഏതാണോ മിക്സിങ് ആയിട്ടുള്ള ഉണ്ടാ മിക്സർ ഉണ്ടാ 2 മിക്സർ ജ്യൂസ് ആ മുന്തിരി വേണ്ട 2 ലൈം മതി ഇപ്പൊ 3 എണ്ണമായി നമുക്കിനി കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് കുഞ്ഞൂസേ തണുപ്പുണ്ടാ ഷാർജ കുടിക്കുന്നു ഷാർജ എവിടെ ഞാനും ഷാർജ തന്നെ ഇത് വിനയ് പപ്പ എന്താ വിനയ് പപ്പ അല്ലേ ദാമ തല തിരിഞ്ഞാലെന്താ പല നിന്നാണ് രണ്ട് തലയിങ്ങനെ വിടാൻ തല തിരിഞ്ഞാലേ ദാ എന്നാ എന്താ പറയുന്നമ്മ ഷാർജ ഷാർജ കുഞ്ഞൂസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചേക്കണേ വീഡിയോ കോൾ സുഖമായി എത്തിയെന്ന് പറ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പേരക്കട വീട്ടിലോട്ട് പോവാ ഇപ്പൊ ജ്യൂസ് കുടിച്ചിട്ട് ഗയ്സ്, ഇന്ന് നമ്മൾ ജ്യൂസ് കുടിച്ചു. ഇനി നമുക്ക് പേരക്കട വീട്ടിലോട്ട് യാത്ര ചെയ്യാം. പേരക്കെന്ന് പറഞ്ഞാൽ ആരാ ടീം ടീമിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടാ ഒരുപാട് അപ്പൊ കാറ് വെയിറ്റ് ചെയ്തിരിക്കണേന്ന് അല്ലേ കാർ ഇവിടെ നിൽക്കുന്നു. വണ്ടി വരുന്നുണ്ട് അപ്പൊ ഇത്രയും പേര് ഈ വണ്ടിക്ക് കയറുമെന്ന് സംശയമുണ്ട് അപ്പൊ എൻ്റെ മറ്റേ വണ്ടിയേ സർവീസിന് കൊടുത്തേക്കണേ ആ വണ്ടിയാണെങ്കിൽ 7 പേര് കയറും 7 സീറ്റർ അല്ലേ കയറിക്കോ വലിയ ആൾക്കാർ ആദ്യം കയറി അപ്പൊ എല്ലാരും കൂടി ഒരു വണ്ടിക്ക് കയറിയട്ടെ ഈ വണ്ടിയിൽ എത്ര പേര് കയറിയേക്കണ ബാക്കില് 1 2 3 4 ഫ്രണ്ടില് 3 പേര് അല്ല 3 പേരുണ്ട് എണ്ണി നോക്കിയ കുഞ്ഞൂസ് 1 2 3 അത് ഒരെണ്ണം വണ്ടി ഓടിക്കുന്ന പറഞ്ഞാൽ എന്താ വണ്ടി ഓടിക്കുന്ന ആളുടെ പേരെന്താ പറ ജിബിൻ ചേട്ടൻ എന്താ പേര് ജിബിൻ ചേട്ടൻ്റെ കൊച്ചിനെ കാണണ്ടേ നമുക്ക് കൊച്ചിന്റെ പേരെന്താന്ന് അറിയാം ജിബിന്റെ പൊന്നു ഇതൊക്കെ അറിയാ ഒന്നുകൂടി പറഞ്ഞേ അപ്പൊ നമുക്ക് വീട്ടിലെത്തിയിട്ട് പറ വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം കാണാം. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് കുഞ്ഞു സൂപ്പറാണോ കുഞ്ഞു മുടി വെട്ടിയിട്ടില്ലല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ മടിയർ കുട്ടിച്ചാത്ത എങ്ങനെയുണ്ട് കുഞ്ഞൂസ് ഇത് നല്ല ഭംഗിയുണ്ടാ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ പേരക്കര വീട്ടിലെത്തിയിട്ട് ഇനി കാണാം ഇനി കാണാം. തോണി താര ചേച്ചിനെ കാണണ്ടേ ചേച്ചി ഉണ്ടോന്ന് സംശയോ താര ചേച്ചിനെ കട്ടുണ്ടോ പോയാ പിന്നെ സംശയം എന്ന് പറയുന്നത് അവിടെ ഉണ്ടോ ഇല്ല അത് അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാന്ന് പോയി നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. ഓക്കെ ഓക്കെ അങ്ങോട്ട് പോകണം. ഏത് അരച്ചേച്ചി അവിടെ ഇരിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞപ്പോഴേ അരച്ചേച്ചി തുണികളൊക്കെ ഉണക്കായിട്ട് അങ്ങനെയാണ് മീനെന്തി തുറക്ക് നോക്കി ഇറങ്ങട്ടെ വണ്ടി വേണോ നോക്കട്ടെ ചേച്ചി നമ്മളിപ്പം വീട്ടിൽ എത്തി. ആരുടെ വീട്ടിലെത്തിയത് നമ്മുടെ സ്വന്തം ടീമിന്റെ വീട്ടിൽ എത്തി. പറഞ്ഞില്ലല്ലേ
ഇതെന്താ ചേട്ടാ? കൈ കൊടുക്ക്. എന്താ ഹാപ്പിയാണ്. ഹാപ്പി ഓണം. എന്തത്? ആകെ ക്ഷീണിച്ചല്ലോ. എന്നാ കളി പോയി. എന്താ ആലിപ്പഴം വരട്ടോ? അമ്മച്ചി അമ്മച്ചി നല്ല ഉറക്കവാ. എന്താ പട്ടി കയറാതിരിക്കുന്നു. ആ, പട്ടിയാണ്. ചേച്ചി അമ്മച്ചി ഭയങ്കര ഉറക്കം മിണ്ടല്ല. അമ്മച്ചി ഉറക്കുക. പൊന്നൂസ് എന്നിട്ടേ ഹാപ്പി ഓണം എന്ന് പറയുന്നത്. അമ്മച്ചേ എന്നൊരു വിളിക്ക്. എനിക്കയ്യ. അമ്മച്ചി എന്നെ അടുത്ത് ഈ പേരൊക്കെ വിളിക്കൂലേ അതുപോലെ അമ്മച്ചേ എന്നൊരു വിളിക്ക്. പാരയ്ക്ക് പോയി അമ്മച്ചി വിളിക്ക് അമ്മച്ചേ എന്നൊരു വിളിക്ക്. അത് ഞാൻ അമ്മച്ചേ എന്നൊരു വിളിക്ക്. അമ്മച്ചേ ചെരുപ്പ് ഊരുണ്ട കയറിക്ക. വേണ്ട ചേച്ചി ചെരുപ്പ് പറഞ്ഞ വേണ്ട. ഹാപ്പി ആവണം. അമ്മച്ചി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ചെരുപ്പ് പറട്ടാച്ചി. അയ്യാ ഇതിലുത്താ. നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കല്ലായിരിക്കും. ഇതിരിക്കുന്നു. കയറി ഇവിടെ നിന്ന് എടുക്കാം പൊന്നു സാർ. ചേച്ചിക്കും കൂടെ കൊടുക്കണം. കയറി എല്ലാരും ഇരിക്കും. അമ്മച്ചി ഒന്ന് മയങ്ങിപ്പോയി അല്ലേ? ബൈബിള് പകുതിയാക്കി വായിച്ചു ചേട്ടൻ ചേട്ടൻ ഇപ്പൊ വരും. അവിടെ പോയി ചേട്ടൻ എന്നെ ചേട്ടൻ എന്ത് രാവിലെ പോയിട്ട് കണ്ടിട്ടില്ല. രാവിലെ പോയിട്ട് കണ്ടിട്ടില്ല. അവിടെ പോയി ഭക്ഷണം മീൻ പിടിക്കാൻ വെക്കണം. മീൻ പേരയ്ക്ക് വൈകി ഊരട്ടാ. ഭക്ഷണം കഴിക്കാല്ലേ നമുക്ക്? അമ്മച്ചിയുടെ വിന്താരി ഇറച്ചിയാണ് ഇത് വേണ്ട. അപ്പൊ താരുടെ പപ്പയും മമ്മയും കൊഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ അമ്മച്ചി വെച്ചതാ. സ്പെഷ്യലായിട്ട് വെച്ചല്ലേ? സ്പെഷ്യലാണ് ഞങ്ങളുടെ കൊച്ചിക്കാർ സ്പെഷ്യൽ ഇതൊക്കെ അല്ലേ. സൗണ്ട് കേൾപ്പിക്കാൻ പാടില്ല. പിന്നെ കൊച്ചിക്കാരുടെ മറ്റൊരു സ്പെഷ്യലാണ് ഇത്. സ്റ്റൂ, ബീഫ് സ്റ്റൂ. ബീഫ് പറഞ്ഞ താര സ്റ്റൂ. നിങ്ങൾ പറയണ സ്റ്റൂ. ഞങ്ങൾ പറഞ്ഞ സ്റ്റൂ. പിന്നെ താര സ്പെഷ്യൽ മീൻ കറി, ക്യാരക്കറി. പിന്നെ എന്താ? എരിശ്ശേരി ഉണ്ട്, മോര് കറി ഉണ്ട്. എന്തെങ്കിലും ഉണ്ടോ? വേറെ ഉണ്ട്. അപ്പുറത്ത് തോരനുണ്ട്, പച്ചടിയും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ സമയമായപ്പോ ഇവര് രാവിലെ ഒരു 11:30 ആയപ്പോ ഇറങ്ങിയത് അല്ലയോ? വിശന്ന പൊന്നൂസേ? വിശന്നിട്ട് അപ്പൊ പാപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ മമ്മി എൻ്റെ അനിയത്തിമാരാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഇഷ്ടവും അമ്മച്ചിയുടെ ഇഷ്ടവും പിന്നെ എരിവിറച്ചി വിന്താലു, ബീഫ് വിന്താലു ആണ് സ്പെഷ്യൽ കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ബ്രെഡ് കൂട്ടി കഴിക്കണം. ഒരു ബ്രെഡും കൂടി ഇട്ടേ. അമ്മച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന്? അമ്മച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും കേട്ടോ. അമ്മച്ചി ഇവര് വന്നപ്പോ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പൊ അതാർക്കും അറിയാൻ പറ്റാത്ത പോലെ. അപ്പൊ നമുക്ക് കറി എടുത്ത് കൊടുക്കാട്ടാ, കഴിക്കട്ടെ. ഇഷ്ടല്ലേ? ഇഷ്ടു. നമ്മളിവിടെ സ്റ്റൂ എന്നൊക്കെ പറയത്തില്ല, അതാണ് ഇവിടുത്തെ ഇഷ്ടു. മമ്മി കഴിക്കട്ടെ. ഇത് വേണോ? വേണ്ട. അപ്പൊ ഇവർക്ക് വിന്താലും മതി കേട്ടോ.
പോരെ കഴിക്കണേ ഏട്ട് ബ്രെഡിന്റെ അവിടെ അല്ല ഇവിടെ. ആ അതിനൊരെണ്ണം മതിയാ. അതത്രയൊക്കെ കഴിക്കോളൂ അമ്മച്ചി. എല്ലാവർക്കും ചിക്കൻ ഫ്രൈ. ഇതിട്ടോട് എന്തായാലും ഇട്ട് കൊടുത്തോ, ബിന്ദാലും കൂടി ഇട്ടെ. ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. നിക്കമ്മച്ചി അത് കഴിക്കട്ടെ, അത് കഴിച്ചിട്ട് ചോറിടാം. അമ്മച്ചി അത് കഴിക്കട്ടെ. ബിന്ദാലും എന്താവും എനിക്ക് വേണ്ട. എന്താ ഒന്നുമില്ല. അമ്മച്ചിട താഴെ ഇടല്ലേട്ടാ അമ്മച്ചി. അമ്മച്ചിക്ക് ഒരുപാട് കഴിക്കണ ഇഷ്ടം. വരുന്ന ആൾക്കാർ ഒരുപാട് കഴിക്കണം. വരുന്ന ആൾക്കാർക്ക് വിളമ്പി കൊടുക്കും. യെസ്, വരുന്ന ആൾക്കാർക്ക് വിളമ്പി കൊടുക്കും. നമ്മുടെ വീട്ടിലെ വിരുന്നുകാർ വന്നാൽ എല്ലാരും വിളമ്പി കൊടുക്കും. എങ്ങനെയുണ്ട് കുഞ്ഞുസേ? കേട്ടില്ല? സൂപ്പർ. നേരത്തെ പാർക്കിൽ പോ. പാർക്കിൽ പോവാം. ഒഴിച്ചിട്ട് വേണ്ടേ? അമ്മച്ചിയോട് അനുവാദം ചോദിച്ചിട്ട് പാർക്കിൽ പോയാ മതി. ഇഷ്ടു വേണ്ടേ? ഇത് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കാൻ. താഴെ കുറെ പ്രശ്നമുണ്ട്, മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജീരകവെള്ളം കേട്ടോ, കാരണം ഇവരിങ്ങനെ മിനറൽ വാട്ടർ അങ്ങനെ കുടിക്കത്തില്ല. നമ്മുടെ ചൂടുവെള്ളം വേണം കേട്ടോ, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം റെഡിയാക്കി വെച്ചതാണ്. പൊന്നൂസിനെ തണുപ്പിച്ച് തരാം കേട്ടോ, ഇത് തണുപ്പ് ഉപ്പ് കേട്ടോ. ആ ഏഞ്ചൽ ചോറിടാട്ടോ. കഴിക്കും ബ്രെഡ് കഴിക്കും. ബ്രെഡ് കഴിക്കാൻ ഞാൻ ചോറ് കഴിക്കത്തില്ല. ഞാൻ വരുന്നില്ല, എങ്ങും വരുന്നില്ല. ചിക്കൻ തരാം. ഇതേ ഞാൻ ഉണ്ടാക്കിയ കറികളാട്ടോ. എരിശ്ശേരി ഉണ്ട്, ഞാൻ ഉണ്ടാക്കി കേരക്കറി, പച്ചടി, ഞാൻ ഉണ്ടാക്കി തോരനായിരുന്നു. ഇത്ര എൻ്റെ ഐറ്റംസ്. പിന്നെ ഏതാണ്ട് മോരുകറി ഉണ്ട്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമല്ലേ മോര്, മോര് കറി? ആ പുളിയൊന്നുമില്ല. അമ്മച്ചിയുടെ ചിക്കൻ കറി അല്ല എരിവേറി ഇഷ്ടപ്പെട്ടു. ചോറിടാട്ടോ. ഫാൻ ഓഫ് ചെയ്യണോ? പിന്നെ ചോറിട്ടെ. വെള്ളം പോയിട്ടില്ല. എന്ത് കറിയാ വേണ്ട? എരിശ്ശേരി ഉണ്ട്, മോര് കറി. ഏഞ്ചൽ എന്ത് വേണ്ട? കേരക്കറിയൊക്കെ ഇട്ടോട്. തോരൻ ഒന്നും കഴിക്കില്ല. ബീൻസ് തോരൻ ഏഞ്ചല് കഴിക്കും. പൊന്നൂസ് ചോറ് കഴിക്കണം കേട്ടോ. ആ ഇട്ടേ മീന്. അച്ചാർ വേണോ? മാങ്ങ അച്ചാർ ഇട്ടേ. എന്ത് പറ്റി? കുറച്ച് കഴിക്കും. അച്ചാർ വേണമെങ്കിൽ തരാട്ടാ. പപ്പടം ഉണ്ടാക്കാൻ ഞാൻ സമയം കിട്ടിയില്ല. അത്രയ്ക്ക് തിരക്കായില്ലേ.
ചിക്കൻ വറുത്തില്ല, സമയം കിട്ടിയില്ല. മതിയോ? അയ്യോ പൊന്നൂസിന് മീൻ ഇട്ടില്ല. അപ്പക്ക് തോരനിട്ടെ. എല്ലാ കറികളും കഴിക്കട്ടെ. എന്ത് കറിയാ വേണ്ടേ? കഴിച്ചു മീനുണ്ടേ. അപ്പൊ മീൻ ഇടട്ടെ? മീൻ വേണോ? എങ്ങനെയുണ്ട് ഇപ്പൊ എന്റെ മീൻ കറി? എരിവറച്ചി ഇടട്ടെ? അച്ചാറ് പൊന്നൂസ് എല്ലാം വേണം, പക്ഷെ കഴിക്കത്തില്ല. അയ്യാ അമ്മയ്ക്ക് അച്ചാർ വേണോ? അപ്പയ്ക്ക് അച്ചാർ വേണോ? അല്ല, ഞാൻ ഉണ്ടാക്കിയത്. ഞാനാ ഉണ്ടാക്കിയത്. സർപ്രൈസാ? എന്ത്? അവക്ക് വേണ്ട അച്ചാറ്. വേണ്ട വേണ്ട. ഉറക്കെ പറയൂ. തിളങ്ങുന്ന സാരിയോ? വീട്ടിൽ നിന്ന് അമ്മയുടെ സാരി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണോ? ചോറ് ചരിക്കണം കേട്ടോ. ആ ചരിക്കാനല്ല, ആ ചോറ് ചരിക്കണം. അമ്മച്ചി എന്നാ താരച്ചേച്ചി. അവസരവാദിയാണോ അവൾ? അവസരവാദി. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരമായിരുന്നു. അപ്പൊ പേരയ്ക്ക പറഞ്ഞായിരുന്ന പേരയ്ക്ക ഒരു സൂത്രം വെച്ചിട്ടുണ്ട്, അത് വണ്ടിയിലാണ്. നമുക്ക് പോയി എടുത്തല്ലേ ബാ. അപ്പം നമ്മൾ കുറെ മിനിറ്റ് എടുക്കുമ്പോ സൂത്രം മേടിച്ചിട്ടുണ്ട് പേരക്ക അല്ലേ പൊന്നൂസിന്? സൂത്രം എന്താണെന്ന് പൊന്നൂസിന് അറിയോ? ഇല്ല. ഇപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. വാ, ഇതാണ് വണ്ടി. കാറിൽ എന്തുകൊണ്ട് നമുക്ക് നോക്കാം. സൂത്രം എന്താണെന്ന് നോക്കാം. നോക്കിട്ടോ. അരെ മുണ്ടഴിഞ്ഞു പോയി. മുണ്ടഴിഞ്ഞു പോയി, അത് കുഴപ്പമില്ല. ആ വണ്ടി വരും. തുറക്കം. ഒരു കുന്തല്ലേ ഉണ്ട്. സൂത്രം ഞാൻ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സൂത്രടാ? ഇതാ ഓണാശംസകൾ പറഞ്ഞേ. എന്താ പറയാ, എല്ലാവർക്കും ഓണാശംസകൾ കാണിച്ച് തിരിച്ചു കാണിക്കത്. എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. ഇനിയൊരു സൂത്രം കൂടി ഉണ്ട്. വെക്കൂ, അത് വെക്കൂ. ആ, ഇത് പിടിക്കൂ. ഒന്നും കൂടെ ഓണാശംസ. എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്